Hi, hello once again, welcome back to our channel candsvlog. ഇന്ന് നമുക്ക് വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി വാൾ ഡെക്കർ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ കുറച്ച് ന്യൂസ് പേപ്പറാണ് എടുക്കണേ. എന്നിട്ട് അത് ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന രീതിയിൽ നമുക്ക് കുറച്ച് പേപ്പർ ട്യൂബ്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കൊരു 16 പേപ്പർ ട്യൂബ്സാണ് വേണ്ടത്. പക്ഷേ ഞാൻ കുറച്ചധികം ചെയ്തെടുക്കുന്നുണ്ട്, കാരണം നമുക്ക് കുറച്ചുകൂടി ആവശ്യമായിട്ടുണ്ട് കേട്ടോ. പിന്നെ ന്യൂസ് പേപ്പറിന് പകരമായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കളർ പേപ്പർ എടുക്കാം. അപ്പോൾ ആ ഒരു പെയിൻറ്റ് ചെയ്യണ ഭാഗം നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ന്യൂസ് പേപ്പറാണ് എടുക്കണമെങ്കിൽ നമുക്ക് അധികം ചിലവൊന്നുമില്ലല്ലോ. പിന്നെ ആ ഒരു പെയിൻറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് കുറച്ച് മടിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ കളർ പേപ്പർ എടുക്കാമെന്ന് പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഇതുപോലെ കുറച്ച് പേപ്പർ ട്യൂബ്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം നമുക്ക് 16 പേപ്പർ ട്യൂബ്സാണ് വേണ്ടത്. അത് നമുക്ക് ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ഭാഗത്തായിട്ട് 8 എണ്ണം വരും. പിന്നെ അതിന് മുകളിലായിട്ട് ബാക്കിയുള്ള 8 ന്യൂസ് പേപ്പർ ട്യൂബ്സ് കൂടി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു സ്ക്വയർ ഷേപ്പിലായിട്ട് നമുക്ക് കിട്ടും. പിന്നെ ആ ഒരു പേപ്പർ ട്യൂബ്സിൻ്റെ എണ്ണം വേണമെങ്കിൽ നമുക്ക് കുറയ്ക്കാം, വേണമെങ്കിൽ കൂടുതലെടുക്കാം. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്തെടുക്കാനായിട്ടുള്ള ആ ഒരു വാൾ ഡെക്കറിൻ്റെ വലിപ്പം അനുസരിച്ച് എടുക്കാം കേട്ടോ. ഇതുപോലെ 8 എണ്ണമാണ് എടുക്കണമെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു വലിപ്പത്തിൽ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതേ ഇതുപോലെ ഞാനൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ സൈഡൊക്കെ കറക്റ്റ് ലെവലിലൊന്ന് വെട്ടിക്കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ കറക്റ്റ് ആ ഒരു സ്ക്വയർ ഷേപ്പിൽ തന്നെ നമുക്ക് നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ്റാണ് എടുക്കണേ. പിന്നെ എപ്പോഴും പറയാറുള്ളത് പോലെ കളേഴ്സൊക്കെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ആ ഒരു പേപ്പർ ട്യൂബ്സ് ചെയ്തെടുക്കില്ലേ, അപ്പോൾ തന്നെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ഒട്ടിച്ചൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ചെയ്ത് കൊടുക്കണമായിരിക്കും കുറച്ചുകൂടി എളുപ്പമായിട്ടുണ്ടാവുക. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെയും ഇതനുസരിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ പെയിൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതാ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മുടെ അടുത്ത മെയിൻ ആയിട്ടുള്ള സംഭവം എടുക്കാം കേട്ടോ. വേറെ ഒന്നല്ല, ഞാനിവിടെ ഒരു ബൾബ് വാങ്ങിയപ്പോൾ കിട്ടിയ ബോക്സാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള ഭാഗമൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. പിന്നെ കുറച്ച് ലെങ്ത്ത് കൂടി കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. ഇതിന് പകരമായിട്ട് നമുക്ക് ഏത് ബോക്സ് വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ നമ്മൾ ബിസ്ക്കറ്റൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ബോക്സോ അല്ലെങ്കിൽ സോപ്പ് പെട്ടി ഉണ്ടല്ലോ, അതായാലും മതി. ഇപ്പോൾ ഇതുപോലെ ഞാൻ കുറച്ച് ലെങ്ത്ത് കൂടി കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത്, നമ്മൾ നേരത്തെ കുറച്ചധികം പേപ്പർ ട്യൂബ്സ് ചെയ്യണമെന്ന് പറഞ്ഞില്ലായിരുന്നോ, അപ്പോൾ ബാക്കിയുള്ള പേപ്പർ ട്യൂബ്സ് എടുക്കാം കേട്ടോ. എന്നിട്ട് ആ ഒരു ബൾബിൻ്റെ ബോക്സ് ഉണ്ടല്ലോ, അതുമേലായിട്ട് നമുക്കതൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ 3 സൈഡിലാണ് നമ്മൾ ആ ഒരു പേപ്പർ ട്യൂബ്സ് ഒട്ടിച്ച് കൊടുക്കുന്നത്. ഇവിടെയും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ന്യൂസ് പേപ്പറിന് പകരമായിട്ട് കളർ പേപ്പർ എടുക്കാം. എന്നിട്ട് അതൊന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു പേപ്പർ ട്യൂബ്സ് ചെയ്യാതെ ആ ഒരു കളർ പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം കേട്ടോ. പക്ഷേ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കാണാനായിട്ട് ഭംഗിയായിരിക്കും. പിന്നെ ആ ഒരു കളർ പേപ്പറിൻ്റെ കാര്യം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ എളുപ്പത്തിൽ ചെയ്യാനായിട്ടുള്ളവരുണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയണേ. ഇപ്പോൾ ഞാൻ ഇതുപോലെ ഒരു സൈഡിലായിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളത് കറക്റ്റ് ലെവലിൽ ഒന്ന് വെട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 3 സൈഡിലും ഒട്ടിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണമെങ്കിൽ കറക്റ്റ് ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ ഓരോ സൈഡും ഒട്ടിച്ച് കഴിഞ്ഞിട്ട് കറക്റ്റ് ലെവലിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കിയുള്ള 2 സൈഡിൽ കൂടി ഞാൻ ആ ഒരു പേപ്പർ ട്യൂബ്സ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമ്മളതൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ്റാണ് കേട്ടോ കൊടുക്കണേ. അങ്ങനെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ അതിൻ്റെ അടിയിലുള്ള ഭാഗത്തൂടി ഞാനൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ആ ഒരു ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ്റ് ഉണ്ടല്ലോ, അത് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ അതിന് മുകളിലായിട്ട് മെറ്റാലിക് കളേഴ്സ് വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ മെറ്റാലിക് കോപ്പറാണ് എടുക്കണേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് വെച്ച് കൊടുക്കാം കേട്ടോ. ഒന്നുകിൽ നമുക്ക് വിരൽ വെച്ചിട്ട് മെറ്റാലിക് കളേഴ്സ് അടിച്ചു കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ സ്പോഞ്ചിൻ്റെ ഒരു സൈഡിലായിട്ട് കുറച്ച് പെയിൻറ്റ് എടുക്കാം. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി.
അതുകൂടി അടിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ പെയിൻറ്റൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു പേപ്പർ ട്യൂബ് വെച്ചിട്ടുള്ള സംഭവം ഉണ്ടല്ലോ, അതെടുക്കാം കേട്ടോ. എന്നിട്ട് അതുമേലായിട്ട് നമ്മുടെ ഈ ഒരു ബോക്സ് കൂടി ഒട്ടിച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് നേരെ ഒട്ടിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്ന രീതിയിൽ ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഒട്ടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വാൾ ഡെക്കറിൻ്റെ പണി അത്രയേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ളൊരു ഫ്ലവർ കൂടി അതിനുള്ളിലായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ കാണാനായിട്ട് നല്ല ക്യൂട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കണേ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം കുഞ്ഞു ബെലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എന്നിട്ട് അതിലോളൊന്ന് ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിലേക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് തന്നെ ലഭിക്കും കേട്ടോ. പിന്നെ നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്സും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.